ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേട്രിയറ്റ് തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് വ്യാഴാഴ്ചയുടെ ഒരു വാരം പിന്നിടുകയാണ്. മഹേഷ് നാരായണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,18,00,000 രൂപയായിരുന്നു. അങ്ങനെ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 23,35,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 24,35,00,000 രൂപയാണ് ആദ്യ 7 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 71 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഷെയ്ൻദഗൻ നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത് നാളെ മെയ് 8 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ദൃഢം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ലിൻഡോ ദേവസ്യ, ജോമോൻ ജോൺ എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. മാത്യു വർഗീസ്, അഭിരാൻ രാധാകൃഷ്ണൻ, കോട്ടയം രമേശ്, കൃഷ്ണപ്രഭ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. 2 മണിക്കൂർ 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് UA 16+ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9:30 ചിത്രത്തിന്റെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിളുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 8,40,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 20 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 242,44,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് 20 ദിവസം കൊണ്ട് $6 മില്യൺ, അതായത് 57,15,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 242,44,00,000 രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. വാഴ 2 ഇന്ന് രാത്രി 12 മണിയോടെ OTT സ്ട്രീമിംഗ് ഹോട്ട്സ്റ്റാർ വഴി ആരംഭിക്കുകയാണ്. ഏപ്രിൽ 2 തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 35 ദിവസം കൊണ്ട് കേരളത്തിൽ 129,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 36ാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 129,45,00,000 റേഞ്ചിലാണ് ഇന്ന് വരെ ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രത്തിന്റെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 13 ദിവസത്തെ തെലുങ്ക് കളക്ഷൻ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 5,90,00,000 രൂപയാണ് തെലുങ്ക് പതിപ്പിൽ നിന്ന് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ തെലുങ്ക് ഷെയറായി ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 2,86,00,000 രൂപയുമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 234 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ട്രെൻഡിംഗ് നേടിയെടുത്ത് വമ്പൻ കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന മറാഠി ഹിന്ദി സിനിമയാണ് രാജാ ശിവാജി. ഹൃദേശ് ദേശ്മുഖ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അഭിഷേക് ബച്ചൻ, സഞ്ജയ് ദത്ത്, വിദ്യാഭരൻ, മഹേഷ് മഞ്ജരേക്കർ, ഫർദീൻ ഖാൻ, ഭാഗ്യശ്രീ ബോൾസെ, ബൊമൻ ഇറാനി എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരന്നിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ മാത്രമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി ഈ സിനിമ 6 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 61,01,00,000 രൂപയാണ്. മറാഠി പതിപ്പിൽ നിന്ന് 42,62,00,000 ഹിന്ദി പതിപ്പിൽ നിന്ന് 18,39,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 50 ദിവസം പൂർത്തിയാവുകയാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യദാർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 49 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 19,50,00,000 രൂപയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഈ സിനിമ 299,65,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി ആദ്യ 49 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 1,364,61,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 426,30,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 1,790,91,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.